വിശുദ്ധ ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 38 വർഷമായി രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യനെ കാണുവാൻ കഴിയും. യെരുശലേമിൽ ആട്ടുംവാതിക്കൽ ബെഥസ്ദ്യ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡലമുണ്ട്. അവയെ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതാത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവരായിരുന്നാലും അവന് സൗഖ്യം വരും. 38 വർഷമായി കിടന്നിരുന്ന രോഗിയെ യേശു കണ്ടിട്ട്, ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ്, നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുവൻ എനിക്ക് മുമ്പായി ഇറങ്ങും എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. വളരെയധികം ആത്മീയ സത്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ കടന്നു വരാറുണ്ട്. പല നാളുകളായിട്ടും വർഷങ്ങളായിട്ടും പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാത്ത വിഷയങ്ങൾ ആകാം. എന്നാൽ കർത്താവിന് നിങ്ങൾ നേരിടുന്ന ഏത് വിഷയങ്ങൾക്കും പരിഹാരം തരുവാൻ കഴിയും. കർത്താവിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിച്ചിടാം. നമ്മുടെ സാഹചര്യങ്ങൾ പലപ്പോഴും മുമ്പോട്ട് ഒരു ഭാവി ഇല്ല എന്ന് പറയുമ്പോൾ യേശു കർത്താവിനോട് നമുക്ക് വിഷയങ്ങൾ സമർപ്പിച്ചാൽ ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കുവാൻ അവൻ ഇന്നും വിശ്വസ്തനാണ്. ആ നല്ല കർത്താവിനെ നമുക്ക് മുറുകെ പിടിക്കാം. ഈ സന്ദേശം കേട്ട എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.